അങ്ങനെ കാത്തിരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടിന് ഇനി 3 ദിവസം മാത്രം. ഡിഗ്രി എന്ന പ്രോഗ്രാമിന് എൻറോൾ ചെയ്യുമ്പോൾ, അഡ്മിഷൻ എടുക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രൊഫഷണൽ കോഴ്സ് എടുക്കണോ, അതോ എടുത്ത കോഴ്സ് പ്രൊഫഷണൽ ആക്കണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പലതരത്തിലുള്ള മനോവ്യാപാരങ്ങളിൽ കൂടിയാണ് പലരും കടന്നു പോയിട്ടുണ്ടാവുക. പല പ്രോഗ്രാമിനും പലതരത്തിലുള്ള റേറ്റിംഗ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് എത്ര റേറ്റിംഗ് ആണ് നിങ്ങൾ കൊടുക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ പലർക്കും പലതായിരിക്കും. എന്നാൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് വലുത് തന്നെയാണ്. പലരും പറയാറുണ്ട്, ആ സബ്ജക്റ്റാണ് വലുത്, ആ പ്രോഗ്രാമാണ് വലുത്, ഇതൊക്കെ എന്തത്ര പഠിക്കാനുള്ളത്, ജയിക്കാൻ വളരെ എളുപ്പമല്ലേ, അങ്ങനെയും ഇങ്ങനെയും ഒക്കെ. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അൺപ്രഡിക്റ്റബിൾ റിസൾട്ടും ബാക്കിയുള്ള കാര്യങ്ങളും. 6 സെമസ്റ്ററുകളിലായിട്ട് കുറേയധികം പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇൻ്റേണൽ എക്സാമിനേഷൻ വരുന്നു, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നു, ഡീറ്റെയിൽഡ് ടൈം ടേബിൾ വരുന്നു, ചില കാരണം കൊണ്ട് മാറ്റിവെക്കുന്നു, 2 തവണ 3 തവണ 4 തവണ മാറ്റിവെക്കുന്നു, പിന്നീട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അന്ന് രാവിലെ മാറ്റിവെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ദുർഘടങ്ങൾ മറികടന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരും ഈ സെമസ്റ്റർ വരെ എത്തിയത്. ഇനി വരാവുന്ന സെമസ്റ്ററിൽ റിസൾട്ട് വരുമ്പോൾ ജയിക്കുന്നതും. ആദ്യം പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു, ദെൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു, അതിനിടയിൽ ബാർകോഡ് സിസ്റ്റം വരുന്നു. അതിനെയെല്ലാം മറികടന്നിട്ടാണ് നമ്മൾ ഇന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. മോഡറേഷൻ ഇല്ല, സീലിംഗ് ആണ്. മാർക്കില്ല, ഗ്രേഡ് പോയിൻ്റ് ആണ്. SGPA മാറി CGPAയിലേക്ക് കടക്കാൻ പോകുന്നു. പല വിദ്യാർത്ഥികളും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞങ്ങളൊക്കെ ജയിക്കുമോ എന്ന്. ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കാനാണ്? മാനസികമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ജയിക്കാൻ സാധിക്കട്ടെ. എന്നാൽ കാലിടറി പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വിഷമിക്കേണ്ട, അടുത്തൊരു വർഷം ജൂനിയേഴ്സിനൊപ്പം ഇരുന്ന് എഴുതുക. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന ചില ജോലികളും ചില ഡിപ്ലോമ കോഴ്സുകളും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആയാസരഹിതമായി മുന്നോട്ട് പോകാം. കാലം നിങ്ങൾക്കായി കാവ്യനീതി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വിജയഗീതം രചിക്കപ്പെടും. കാത്തിരിക്കുക കൂടുതൽ അപ്ഡേറ്റിനായി. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.